കഴിഞ്ഞ ദിവസമാണ് IB ഉദ്യോഗസ്ഥ മേഘ മരണപ്പെടുന്നത്. മേഘയുടെ മരണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുഹൃത്തായ സുഗാന്തിനെ പ്രതി എന്ന് പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. അന്വേഷണ വിധേയമായി അന്ന് IB തന്നെ സുഗാന്തിനെ കസ്റ്റഡിയിൽ വെച്ചതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് വിട്ടയച്ചുവെന്നാണ് സൂചന. ഇതിനുശേഷം ഇയാൾ അപ്രത്യക്ഷനായി എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇത്രയേറെ ആരോപണം ഉയർന്നിട്ടും സുഗാന്തിനെ അവധി അപേക്ഷയിൽ വിട്ടയച്ചത് വലിയ വിവാദമായിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷനിലാണ് സുഗാന്ത് ജോലി ചെയ്തിരുന്നത്. നിലവിൽ സുഗാന്തിന്റെയും കുടുംബാംഗങ്ങളുടെയും ഫോണുകൾ ഓഫ് ആവുകയും മറ്റു വിവരങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്തതോടുകൂടി അന്വേഷണമാകെ വഴിമുട്ടിയ അവസ്ഥയിലാണ്. മേഘ ആത്മഹത്യ ചെയ്യുമ്പോൾ സുഗാന്തുമായി ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. 8 സെക്കൻഡ് ദൈർഘ്യമുള്ള കോൾ ആയിരുന്നു അത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് സംവിധാനം വഴി മാത്രമേ ഈ വിവരങ്ങൾ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. മേഘയുടെ ഫോൺ ട്രെയിൻ കയറി പൂർണ്ണമായി നശിച്ചിരുന്നതിനാൽ ഫോൺ സൈബർ സെല്ലിനെ ഏൽപ്പിച്ചെങ്കിലും അതിലെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലഭിച്ച ഫോൺ ഫോറൻസിക് സംഘത്തിന് കൈമാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സുഗാന്തിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതോടുകൂടിയാണ് മേഘയുടെ ശമ്പളം അടക്കം ഇയാൾ കൊണ്ടുപോയി എന്ന് വെളിപ്പെടുത്തലും പുറത്തു വരുന്നത്. 2024 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ നടന്ന ട്രെയിനിങ്ങിനിടയിലാണ് മലപ്പുറം സ്വദേശിയും IB ഉദ്യോഗസ്ഥനുമായ സുഗാന്ത് സുരേഷുമായി മേഘ പരിചയത്തിലാവുന്നത്. ട്രെയിനിങ്ങിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ മേഘയ്ക്ക് പിതാവ് കാർ സമ്മാനമായി നൽകി. തൊട്ടൊരു ദിവസം ഈ വാഹനം എറണാകുളത്തെ ടോൾ പ്ലാസ കടന്നതായി പിതാവ് മധുസൂദന് ഫോണിൽ മെസ്സേജ് ലഭിക്കുകയും ഇതേക്കുറിച്ച് മകളോട് തിരക്കിയപ്പോഴാണ് സുഗാന്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതിനിടെ മകളുടെ മരണത്തിന് കാരണം സുഹൃത്തുമായുള്ള സൗഹൃദം തന്നെയെന്ന് ഉറച്ചു പറയുകയാണ് മേഘയുടെ കുടുംബം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘയെ അങ്ങേയറ്റം സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എടപ്പാൾ സ്വദേശിയും IB ഉദ്യോഗസ്ഥനുമായ സുഗാന്ത് സുരേഷ്. മകളുടെ ശമ്പളം സമ്പാദ്യത്തിലേക്ക് മാറ്റുകയാണെന്നാണ് കുടുംബം കരുതിയിരുന്നത്. എന്നാൽ സുഗാന്ത് കടുത്ത സാമ്പത്തിക ചൂഷണം നടത്തുന്ന കാര്യം മേഘ വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കുന്നു. ട്രെയിനിങ് കഴിഞ്ഞത് മുതലുള്ള മേഘയുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം സുഗാന്ത് കൈക്കലാക്കുകയായിരുന്നു. മേഘയുടെ മരണശേഷം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായ തെളിവുകൾ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞു. ചില സമയങ്ങളിൽ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പണമൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും പിതാവ് മധുസൂദനൻ പറയുന്നു. ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെ പറ്റി അറിഞ്ഞപ്പോൾ വിവാഹം ആലോചിക്കാൻ നാട്ടിലേക്ക് വരാൻ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ തൽക്കാലം പറ്റില്ലെന്നുമായിരുന്നു അയാളുടെ മറുപടി എന്നും അച്ഛൻ പറയുന്നുണ്ട്. പിതാവിന്റെ ചികിത്സയടക്കമുള്ള ആവശ്യങ്ങൾ പറഞ്ഞാണ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത്. മേഘ നാട്ടിൽ വരുന്ന സമയത്തും ജോലി സ്ഥലത്ത് കാണാൻ പോകുമ്പോഴും അവൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളെല്ലാം കുടുംബം തന്നെയാണ് വാങ്ങിച്ചു നൽകാറുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആശുപത്രി ബില്ലുകൾ അടക്കം അടയ്ക്കുന്നതും തങ്ങൾ തന്നെയായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു. ശമ്പളത്തിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല. സമ്പാദിക്കട്ടെ എന്ന് കരുതി. തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ഹോസ്റ്റലിന്റെ ഫീസും ഭക്ഷണത്തിന്റെ ചെലവുകളും മകൾ തന്നെയായിരുന്നു നോക്കിയിരുന്നത്.